ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ. ആരാണെന്നറിയാവോ? രാജേഷ് കുമാർ. ഇന്ന് ഏട്ടനും കൂടി ഉണ്ട്. ഏട്ടൻ ഇന്ന് പോകണ്ട കേട്ടോ. അപ്പോൾ വൈഷുവും ആവിയും കൂടെ എന്നത്തെയും പോലെ തന്നെ ഇവിടുത്തെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കളിപ്പാട്ടം എല്ലാം ഉണ്ട്. ഇവിടുന്ന് അങ്ങ് വരെ വലിച്ചു വരിയിട്ടിട്ടുണ്ട്. എന്നിട്ട് എന്തോ ചെയ്യുന്നതെന്ന് അറിയാവോ? കണ്ടോ, കളിപ്പാട്ടം ഇടേണ്ട പാട്ടക്കകത്ത് ഇത്രയും നേരം ഇതിനകത്ത് വൈശികയായിരുന്നു കേട്ടോ ഇരുന്നത്. ഇപ്പം ദേ വൈശു കയറി കിടക്കുന്നതിനകത്ത്. അത് ഇളകിപ്പോവും. അത് എഴുന്നേറ്റ് കളിപ്പാട്ടം എടുത്ത് ഇതിനകത്ത് ഇട്ട് വെക്കാനാണ് കേട്ടോ പറഞ്ഞത്. എന്നിട്ട് കളിപ്പാട്ടം എല്ലാം വെളിയിലിട്ടിട്ട് അതിനകത്ത് കയറിയിരിക്കുകയാണ് രണ്ടുപേരും കൂടി കേട്ടോ. വൈശിക വേണ്ട ഇവിടെ ഭയങ്കര ബഹളം നടക്കുവാണ് ഇവിടെ. എന്ത് വൈശിക കാണിക്കുന്നേ? അല്ലയോ, ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ ബഹളം എന്തുവാ? ഇവിടെ എന്തോ ബഹളം? കയ്യിലെന്തോ ഇരിക്കുന്നേ? മണിയോ? ഇങ്ങെടുക്ക്, വായിലിടും കൊണ്ടോ. ഇങ്ങെടുക്ക്, താ പെട്ടെന്ന് എടുത്തിട്ടേ ഇതെല്ലാം വാരിയിടനകത്ത്. വൈശികേ, കളിപ്പാട്ടം എടുത്ത് വെച്ച അതിനകത്ത് കയറിയിരിക്കാതെ. വൈശികേ, കളിപ്പാട്ടം എടുത്ത് വെക്കാനെന്നതിനകത്ത്. ഡോ, ഇപ്പം നമ്മൾ രാവിലെ ചായ ഇടുവാണ്. ഇപ്പം രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടും അതുപോലെ ഏത്തക്കയാണ് കേട്ടോ. പിന്നെ പഴമുണ്ട്. പഴം വേണ്ടവർക്ക് പഴം തിന്നാം, ഏത്തക്ക വേണ്ടവർക്ക് ഏത്തക്ക തിന്നാം. പിന്നെ ഇടിയപ്പം ഉണ്ട് കേട്ടോ. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഏട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇടിയപ്പവും കടലക്കറിയും. വാവേ, ഇടിയപ്പവും കടലക്കറിയും തരട്ടെ വാവേ? അതെന്താ വേണ്ടാത്ത? ഒന്നും കഴിക്കുന്നില്ല വൈശു രാവിലെ. രാവിലെ വൈശുവിന് ഭയങ്കര ബുദ്ധിമുട്ട് ഓരോ ആഹാരങ്ങൾ കഴിക്കാൻ. ചപ്പാത്തി ഉണ്ടാക്കിയണൊക്കെ തിന്നില്ല, പുട്ടുണ്ടാക്കിയണൊക്കെ തിന്നില്ല, കഞ്ഞി വെച്ചണൊക്കെ കുടിച്ചില്ല ഒരു ദിവസം. പിന്നെ ഇടിയപ്പവും വേണ്ട. ഇനി എന്തുവാ ഇതിൽ കൂടുതൽ? ആർക്കറിയാം എന്തുവാന്നൊക്കെ. വാവ ഇതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ, എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട് വാവ. വാവയ്ക്കിതിപ്പോൾ കൊണ്ട് കൊടുക്കാമെങ്കിൽ അവൾ തന്നെ ഇരുന്ന് കഴിച്ചോളും. ഞാനിപ്പോൾ പുട്ടും ഏത്തക്കായും കഴിക്കട്ടെ. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ചക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പച്ചച്ചക്കയാണ്. നമുക്കിനി ഇത് കറി വെക്കാൻ വേണ്ടി പോവാം. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ കത്തിയിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. കറ പറ്റും, എന്നാലും ഒരു സേഫ്റ്റിക്ക് ഇരിക്കട്ടെ. കറ പറ്റിയില്ല. ഇച്ചിരി കറ പറ്റില്ല ഏട്ടാ. വേണ്ടേട്ടാ, കറ പറ്റിയില്ല ഏട്ടാ. ഞാൻ എണ്ണ തേച്ചിട്ട് ഞാൻ വെച്ച് കറ പറ്റുമായിരിക്കും. ചക്കക്കകത്ത് മണ്ണെണ്ണ. ചക്ക വെട്ടുമ്പോൾ പിച്ചാത്തിക്കകത്ത് മണ്ണെണ്ണ തേക്കുന്നത്.
എനിക്കൊന്ന് ഈ ചക്കയ്ക്ക് കറ കുറവാന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ട്, മറ്റേതിങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ എന്തൊരു കറയാണ്. ഇതെന്ത് ചക്ക കേട്ടോ? വരിക്ക ചക്കയോ കൂഴയാണോ? എനിക്ക് പഴുത്താണെങ്കിൽ അറിയാൻ പറ്റും ഏതാണെന്ന്. കൂഴയാണോ വരിക്കയാണോ? ഉണങ്ങട്ടെ കുറച്ചും കൂടെ. വെയിലുണ്ടായിരുന്നെങ്കിൽ എടുത്തിടായിരുന്നു. എടുക്കാം. നമ്മുടെ ചക്ക ഇവിടെ, ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. പുറത്തിരിക്കുന്നതിൻ്റെ സൈഡൊക്കെ നമുക്ക് ചെത്തിക്കളയാം. എന്നിട്ട് നല്ലത് മാത്രം എടുത്താൽ മതി. മാവ വിചാരിച്ചത് പഴുത്ത ചക്കയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ചക്ക വേണമെന്നും പറഞ്ഞിട്ട് ബഹളമായിരുന്നു. ഞാനൊരു ശകല ബിച്ച് കൊടുത്തപ്പോഴത്തേക്ക് ആളങ്ങ് പോയേക്ക് മനസ്സിലായി പച്ചയാണെന്ന്. അപ്പം നമുക്കിനി ഇത് പറിച്ചെടുത്തിട്ട് കാണാം. അപ്പം ഞാൻ ഈ ചക്ക പറിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ ഓണാക്കി വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ലെങ്ത് കൂടുമെന്നല്ലാണ്ട് ഒരു ഗുണമില്ല. ചക്കയൊക്കെ പറിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഞാനത് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഈ പിള്ളേരെ വിശ്വസിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ചായ കുടിക്കാൻ പറയും കട്ടൻ വേണം. കട്ടൻ കുടിക്കാൻ പറയും പാല് വേണം. പാല് കൊടുക്കുമ്പോൾ പറയും ചായ വേണം. ഇങ്ങനെ മാറിയും തിരി. നമ്മൾ ചായ കൊടുക്കുമ്പോൾ പറയും പാല് മതിയെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് പാലാക്കും. അപ്പം നമ്മൾ എനിക്ക് പിറ്റേന്ന് പാല് മതിയെന്ന്. പാലാക്കുമ്പോൾ പറയും വേണ്ട എനിക്ക് ചായ മതിയെന്ന്. ചിലപ്പോൾ പറയും കട്ടൻ വേണമെന്ന്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞിരിക്കും കേട്ടോ. ഓരോ ദിവസവും ഇതുപോലെ, എല്ലാ ദിവസവും ഒരേപോലെ. മാവ എന്തൊക്കെയാ തിന്നുന്നേ? ചായയും ചക്കയോ? എന്ത് ചായക്കകത്ത് മുക്കിയാണോ തിന്നുന്ന ചക്ക? അതും പച്ചച്ചക്ക. വൈശു ചായ കുടിച്ചിട്ട് ഈ കളിപ്പാട്ടെല്ലാം വാരി ഇതിനകത്തിട്ട് വെക്ക്, തൂക്കട്ടെ. വയ്യേ? വയ്ക്കണം. ഗുഡ് ഗേൾ അല്ലേ കേട്ടോ? വെക്കണേ? വേണം. ഇത് കണ്ട് കിടക്കുന്ന മൊത്തം അവിടെ എല്ലാം അളിച്ചു വാരി. തറയല്ലോ? താഴെ വെക്കുന്നില്ല. ഇല്ല 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 പ്ലീസ് ഇല്ല. പ്ലീസോ? എന്താ പറഞ്ഞേ? ഒന്നൂടെ പറഞ്ഞേ. പ്ലീസ് എന്ന് പറ. പ്ലീസ് എന്ന് പറ. പ്ലീസ് എന്ന് പറ. ഫോൺ വേണോന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാണ്. അപ്പൊ എന്റെ ഫോൺ കൊടുക്കാൻ പറ്റത്തില്ല. എന്റെ ഫോണെല്ലാം അതുകൊണ്ട് എനിക്ക് പേടിയായി. ഞാനതുകൊണ്ട് കൊടുക്കത്തില്ല. ഇല്ല, തരത്തില്ല. ഇന്നിവിടെ വഴക്കാവും. അപ്പം നമ്മുടെ ചക്ക കഴുകി വൃത്തിയാക്കി നമ്മൾ അടുപ്പിലാക്കിയിട്ടുണ്ട്. ഇനി ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. അപ്പം ഞാൻ കുറേ സമയം എടുത്തിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ വെറുതെ അവിടെ ഇരുന്ന്, വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കുറേ സമയം എടുത്ത് വെറുതെ അവിടെ ഇരുന്നു. ഇപ്പം ഒരു 12:30 ആയി കേട്ടോ. ചക്കയുടെ അരപ്പിടാൻ പോവാണ് കേട്ടോ. ചക്ക വെന്ത് കഴിഞ്ഞു. ഇതിനകത്ത് നമ്മൾ തേങ്ങയും അതുപോലെ ഒരു 2 കഷ്ണം വെളുത്തുള്ളി ഇട്ടിട്ടുള്ളൂ. ഒരു പച്ചമുളക്. എരി കൂടുതൽ വേണമെങ്കിൽ തോനെ മുളക് ഇടാം കേട്ടോ, അല്ലെങ്കിൽ മുളക് പൊടി ഇടാം. ഞങ്ങൾക്ക് കുറച്ച് എരി മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് ഇട്ടിട്ടുള്ളൂ. മുളക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ നമ്മുടെ കാന്താരി ഇടുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, നല്ല സൂപ്പറായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ജീരകം. ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് ഇനി അരച്ചെടുക്കുന്നത്. അപ്പം ഇനി ഇത് നമുക്ക് അരച്ചിട്ട് നമുക്ക് ചക്കയിലോട്ട് ചേർക്കാം. നമ്മുടെ അരപ്പ് നമുക്ക് ചക്കയ്ക്കകത്തോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ അടുപ്പ് ഞാൻ കത്തിച്ചിട്ടില്ല കേട്ടോ. ഇത്
ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കത്തിക്കാം. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കത്തിച്ച് വെക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ചക്ക നന്നായിട്ട് കുഴഞ്ഞ് കിടക്കാണ്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചോളൂ, പക്ഷെ ചക്ക നന്നായിട്ട് വെന്ത് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്കൊന്ന് ഈ ചക്കയുടെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് വേവുന്ന ചക്കയായിരുന്നു. നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ചക്ക. നമ്മൾ പല രീതിയിലും ചക്ക കറി വെക്കാം കേട്ടോ. അപ്പോൾ ഈ ചക്ക എനിക്കൊന്ന് ഇങ്ങനെ ആവത്തോളം തോന്നുന്നു. ചില ചക്കയിൽ കുറച്ചും കൂടി ഈ കഷ്ണമൊക്കെ ഇങ്ങനെ കുറച്ച് ഇതായിട്ടിരിക്കും. അത് കുറച്ച് വേവാനൊക്കെ ഇച്ചിരി പാടുകളൊക്കെ ആണെങ്കിൽ. ചില ചക്കയാണെങ്കിൽ നല്ല എരിശ്ശേരി പോലെ വെള്ളം പോലെ ആയിപ്പോകും. നമ്മളങ്ങനെ ഇതിന് മുമ്പ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നാളിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കുമായിരുന്നു. അന്നേരം എല്ലാം എനിക്ക് വെള്ളം പോലെ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വെള്ളം കുറച്ചാണ് വെച്ചത്. എനിക്കറിയാം വെള്ളം പോലെ ആയിപ്പോകും. എങ്ങനെയായാലും എനിക്ക് എങ്ങനെയായാലും ചക്ക എങ്ങനെ തിന്നാലും എനിക്കിഷ്ടമാണ് കേട്ടോ. എന്നത് വേണമെന്നൊന്നുമില്ല. പക്ഷേ ഇന്നിപ്പം നമുക്ക് മീൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ചെറിയ വിഷമമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചക്കയൊക്കെ ഉള്ളപ്പോൾ മീൻ കൂടെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അതാണ്, ചക്ക കിട്ടുമ്പോൾ മീൻ കിട്ടില്ല, മീനുള്ളപ്പോൾ ചക്കയില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തീ കത്തിച്ചെടുക്കാം. അപ്പം നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി തേങ്ങ തിരുങ്ങാണ് കേട്ടോ. നമുക്ക് മീനില്ലാത്തതുകൊണ്ട് നമ്മൾ അരച്ചെന്നെങ്കിൽ കുറച്ച് തേങ്ങയുടെ പൊടി വീണ് ചമ്മന്തി അരയ്ക്കാമെന്ന്. ചമ്മന്തി ഉണ്ട്, പുളിശ്ശേരി ഉണ്ട് കേട്ടോ. അപ്പോൾ പുളിശ്ശേരിയും ചമ്മന്തിയും കൂട്ടി ചക്ക തിന്നാം. നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ പോവാണ് കേട്ടോ. ഇതിനകത്ത് കൊച്ചുള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് സവാളയാണ് ഇട്ടിരിക്കുന്നത്. സവാളയുണ്ട്, പിന്നെ പുളിയുണ്ട്, ഉപ്പുണ്ട്, കുറച്ച് കറിവേപ്പിലയുണ്ട്, പിന്നെ നമ്മുടെ തേങ്ങ, പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്. ഇനി ഇവിടെ എല്ലാവർക്കും ചുമന്ന കളറിലാണ് ഇഷ്ടം. എനിക്ക് വെള്ളയാണ് ഇഷ്ടം കേട്ടോ. പക്ഷെ ഭാവിക്കും ഏട്ടനൊക്കെ ചുമന്ന കളർ വേണം, വൈശുവിന്. അപ്പം അതുകൊണ്ട് ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടാം. അത്ര മതി. അപ്പം ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ ചക്ക ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഉപ്പിടാൻ ഞാൻ മറന്നുപോയി, ഇപ്പോഴാണ് കേട്ടോ ഉപ്പിട്ടത്. അപ്പോൾ ഇനി ഇത് നമ്മൾ കടുക് വറുത്ത് ചേർക്കൂല. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കഴിയുമ്പം ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കൊടുക്കാം. കറിവേപ്പില ഇടാം. ഇനി നമുക്കിതെടുത്ത് ചക്കയ്ക്കകത്തോട്ട് ചേർക്കാം. നമ്മൾ കടുക് വറുത്തിട്ടു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യണമെങ്കിൽ എൻ്റെ 2 കൈ വേണം. അതുകൊണ്ട് ഞാൻ ക്യാമറ കാത്തു വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചക്കയും ചമ്മന്തിയും ചോറും പുളിശ്ശേരിയും എല്ലാം കൂട്ടി കഴിക്കാൻ പോവാണ് കേട്ടോ.
ചക്കയും ചമ്മന്തി സൂപ്പറാണ്. മീൻകറിയെക്കാട്ടി ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി. ചക്കയ്ക്കൊരു മധുരം ഉണ്ടല്ലയോ? ചക്കയ്ക്ക് മധുരം ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കയ്യെഴുതാന്ന് അവിടെ വന്നിരുന്നേ. അപ്പം നമുക്ക് ചക്കയുടെ കൂടെ തിന്നാൻ ഇന്നലത്തെ വറുത്തരച്ച് വെച്ച തീയലുണ്ട് കേട്ടോ. വറുത്തരച്ച തീയൽ കൊള്ളാം അല്ലേ? ചക്കയുടെ കൂടെ തിന്നാൻ നല്ല ടേസ്റ്റ്. പക്ഷേ ഇത് ഉണ്ടെന്ന് ഓർത്തായിരുന്നെങ്കിൽ ചമ്മന്തി അരയ്ക്കണ്ടായിരുന്നു ഇല്ലേ ഏട്ടാ? എന്തുകൂടെ നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുന്നത്? ഞാനിവിടെ വീഡിയോ എടുക്കുന്നതിന് രണ്ടുപേരും ഇവിടെ നിന്ന് എന്നെ കളിയാക്കുന്നുണ്ട് ഗൈസ്, നിങ്ങൾ കേട്ടോണം. അപ്പം വറുത്തരച്ച തീയലും ചക്കയും സൂപ്പറാണ് കേട്ടോ. ഇവിടെ നമ്മൾ കഴിച്ച പാത്രമൊക്കെ കഴുകിയൊക്കെ കേട്ടോ. ഇന്ന് ഒരുവിധ പാത്രങ്ങളൊന്നും ഇല്ല ഇവിടെ കഴുകാൻ. മറ്റേ ഇതൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഉള്ള പാത്രം അതുപോലെ അങ്ങ് കഴുകി വെച്ചേക്കാം. അവിടെ വയ്ക്കുമോളെ. ആര് പറയുന്ന നീ എന്തോ ഇത് കൊച്ചിനെ പോയാണ്ട് ചെയ്തെന്ന് തോന്നുന്നു. എന്തിനടി വാവ കരയുന്നത്? വാവ ചോറ് കഴിച്ചില്ല, ഇനി വാവയ്ക്ക് ചോറ് കഴിക്കണം. വാവ ഇനി കഴിക്കുമെന്ന് തോന്നുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വാവയ്ക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ചിലപ്പോഴേ കഴിക്കും. ആ വരുവാണേ. ചോറ് തിന്നോന്ന് അറിയത്തില്ലല്ലോ. ചിലപ്പോ പക്ഷെ അവിടെ നിങ്ങളുടെ അവിടെ ഇരിക്കുമ്പോ തിന്നുവാണെങ്കിൽ അവിടെ ഇരിക്കുമ്പോഴാണെ തിന്നാനായിരുന്നു കേട്ടോ. അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ തിന്നത്തില്ല. അമ്മച്ചി വരൂ, അമ്മച്ചിയുടെ കഴിവ് ഓ. അപ്പം നമ്മുടെ പാത്രമൊക്കെ കഴുകി എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചോറാണ് കേട്ടോ. ഇത് ഇന്നത്തെ ചോറ്, അത് ഇന്നലത്തെ ചോറ്. മാവ കരയാൻ തുടങ്ങി, ഞാൻ പോയി എടുക്കട്ടെ. ഇവിടെ ആരെ കരയുന്നേ? ഞാനും വാവേയും ഇവിടെ ഉണ്ട്. ഇനി ഞങ്ങൾ കുളിക്കാൻ പോവാട്ടോ. ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകണം. കുളിച്ച് റെഡിയായി. സാരിയോ? വീട്ടിലിടുന്ന സാരിയോ? വീട്ടിലിടുന്ന സാരി വേണോ എന്നിട്ടാ? പൈസക്ക് ഉറക്കത്തിന്റെ മുടി
നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ വൈശുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞൊരു ഷോപ്പിംഗ്, നമുക്കൊരു ഉടുപ്പ് മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കരുനാഗപ്പള്ളിയാണ് പോകുന്നത്. ഏത് കടയാണെന്നൊന്നും തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോൾ ഏതാണോ തോന്നുന്നത് അങ്ങോട്ട് കയറും. അതേ വൈശുവും വൈശികയുണ്ട്. വൈശു ഇങ്ങോട്ട് നോക്കിയേ. വീഡിയോ എടുത്തപ്പോൾ ഒന്നുകൂടെ തിരിഞ്ഞിരുന്നു. എത്ര നേരം നേരെ ഇരുന്നേന്നല്ലേ ആള്. ഞങ്ങളപ്പോൾ പുറയിലാണ് കേട്ടോ ഇരിക്കുന്നത്. വൈശു ഞാൻ കാറിൽ കയറാൻ വന്നപ്പോൾ വൈശു പറഞ്ഞു പുറയിൽ ഇരുന്നാൽ മതി, വൈശുവിൻ്റെ കൂടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം തൊട്ട് വൈശു എൻ്റെ അടുത്ത് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കുക, മുഖം വെറുപ്പിച്ചിരിക്കുക, ഇങ്ങനെയൊക്കെ ഓരോ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈശുക്ക് നല്ല കുട്ടിയായിട്ട് ഇവിടെ നിൽപ്പുണ്ട് ഇല്ലേ ബാബേ? പോപ്പോ പോപ്പോ സ്കൂട്ടർ ബൈക്ക് എന്നൊക്കെ പറയുന്നുണ്ട് വൈശിക ഇല്ലേ ബാബേ? ഫോബായോ? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഫോബ എന്ന് പറയട്ടെ. എന്തോ അത് ഫോബ നല്ല അങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടാ പറയുന്നത് ഫോബാന്ന്. പെട്ടിയാട്ടോന്ന്. എന്തിയ പെട്ടിയാട്ടം? പെട്ടിയാട്ടൊന്നുമില്ല, ചുമ്മാ കള്ളി. വൈശുവിന് ഭയങ്കര ക്ഷീണം. വൈശുവിടെ കിടക്കുക. വൈശു ഇതുവരെ ഉറങ്ങിയില്ല കേട്ടോ. വൈശുക കുറച്ചു നേരം ഉറങ്ങി. വൈശു ഇതുവരെ ഉറങ്ങിയില്ല. അതിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. വൈശു ഉറങ്ങില്ലേ? നമ്മൾ ഉടുപ്പെടുക്കാൻ പോവാ. വാവേ അവിടെ ചെന്നിട്ട് ഉണർത്തിയാ മതി എന്നിട്ടാ. മേളിലോ? മേളിലെന്നൊക്കെ പറയുന്നത് എന്തുവാണോ എന്തോ. പെട്ടിയാട്ട മേളിൽ കിടക്കുന്നോ? എവിടെ? പെട്ടിയാട്ട മേളിലെങ്ങാണ്ടിരിക്കുന്നു കേട്ടോ. JCB അതുകൊണ്ട് നമ്മളപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ വണ്ടി പെട്രോളില്ല. നമ്മളിപ്പോൾ എങ്ങും പോകുന്നില്ലല്ലോ അല്ലയോ? നമ്മളിപ്പോൾ കുറേ നാളായി എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ട്. പെട്രോളൊന്നും അടിക്കാതെ ഇട്ടിരിക്കുകയാണ്. കുറേ നാളായില്ലേ കേട്ടോ പോയിട്ട്. ഹായ് പറയുന്നട്ടോ വലിയ കൈയെടുത്ത് വെളിയിടല്ലേ? പിന്നെ കാറ്റ് കൊള്ളണ്ടേ? അവളിരിക്കുന്നേ, വാവ ഇരിക്കുന്നേ. KSRTC ഒക്കെ കാണാൻ കിട്ടണം. നമ്മളപ്പോൾ തുപ്പാശ്ശേരിയിൽ പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. തുപ്പാശ്ശേരിയിലോട്ട് പോകുന്ന വഴിയാണിത്. അപ്പം നമ്മൾ തുപ്പാശ്ശേരിയിലാണ് കേട്ടോ പോകുന്നത്. തുപ്പാശ്ശേരിയുടെ പാർക്കിങ് വന്നു, വണ്ടി ഇടാൻ പോവാണ്. ഇവിടെ അങ്ങ് സ്ഥലമൊന്നുമില്ല കേട്ടോ, ഭയങ്കര തിരക്ക്. ഇവിടെ വരുന്ന വഴിക്കെല്ലാം നല്ല തിരക്കുണ്ട്, എല്ലാ കടയിലും ഭയങ്കര തിരക്ക്.
വിസ്ഭാരതിലും ഒക്കെ സ്കൂൾ തുറപ്പല്ലേ, അപ്പം അതിൻ്റെ ഒരു ബഹളമാണെന്ന് തോന്നുന്നു. ഈ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. സാരിയല്ല, പാവാട വന്നിട്ട് ഇങ്ങനെ ധാവണി പോലെ അതിനകത്ത് തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ വൈശു ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ, സാരി വേണം സാരി വേണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇത് നോക്കിയത് നമ്മൾ. പക്ഷെ ആ മിനുക്കമില്ലേ, അത് പശയാണ്. അത് അപ്പം തന്നെ കുറേയൊക്കെ ഇളകിയിരിക്കുക. അപ്പം നമ്മളത് കൊണ്ടുവന്നാലും ഒരു ദിവസത്തേക്ക് ഇടാം. അപ്പം സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വാങ്ങിക്കാമെന്ന് കരുതിയത്. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴായാലും ഇടാമല്ലോ. പക്ഷേ അതെല്ലാം ഇളകി വരുവാണ് കേട്ടോ. അപ്പം ഇനി നമ്മളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തേക്ക് ഇടാം. അപ്പം അത് കഴിഞ്ഞാൽ നമ്മൾ എപ്പം ഡ്രസ്സ് എടുത്താലും കുറേ നാൾ നിൽക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകളാണ് കേട്ടോ എടുക്കാറ്. അപ്പം ഇതപ്പോൾ എനിക്ക് അത്ര പിടിച്ചില്ല, അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് ടോപ്പും പാൻറ്റോ അല്ലെങ്കിൽ പാവാട അങ്ങനെയുള്ള ഐറ്റംസ് നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പം ഈ ഉടുപ്പുകളൊന്നും ഏട്ടന് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ടോപ്പിൻ്റെ സെക്ഷനാണിത്. ഇതിനകത്തൊന്നും ഏട്ടന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇഷ്ടപ്പെട്ടതാണ് അവൾക്ക് വലുതുമാണ്, ഒരു പാൻറ്റും ഉടുപ്പും കൂടിയുള്ള ഒരെണ്ണം നോക്കിയായിരുന്നു. അത് പക്ഷേ ഭയങ്കര വലുതാണ്. അങ്ങനെ അതിൻ്റെ ചെറുതൊക്കെ ഞങ്ങൾ നോക്കിച്ചു കേട്ടോ, കുറേ നോക്കി, അതൊന്നും കിട്ടിയില്ല. പിന്നെ നോക്കിയതിൽ നല്ലതായിട്ട് തോന്നിയ ഒരെണ്ണമാണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഇനിയിപ്പോൾ അവർക്ക് കൊടുക്കണമെന്നൊന്നും വേണമെന്നില്ല, ചോദിക്കാമെങ്കിൽ തരും. അപ്പുറത്ത് കൊടുത്താൽ മതി. നീ എന്തുപടി കൊച്ചേ പറയുന്നതൊക്കെ എനിക്കൊന്നും മനസ്സിലായി. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. എങ്കിലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വൈഷുവിന് ഡ്രസ്സ് എടുക്കാൻ പോയെങ്കിലും വേറെ കുറേ സാധനങ്ങൾ കൂടി മേടിച്ചു കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് വാങ്ങി, അതുപോലെ തലയണക്കവിയും വാങ്ങി, പിന്നെ ഇവർക്ക് വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് വാങ്ങി. അത് നമ്മൾ എപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോയാലും നമ്മളത് കുറച്ച് നമ്മൾ മേടിക്കും, എപ്പോഴായാലും മേടിക്കും കേട്ടോ. 2-3 എണ്ണമെങ്കിലും നമ്മൾ മേടിക്കാണ്ട് വരില്ല. അപ്പം ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി ഏതെങ്കിലും വ്ളോഗോ അല്ലെങ്കിൽ ബർത്ത്ഡേയുടെ വീഡിയോ ആയിരിക്കും മിക്കവാറും വരാൻ ചാൻസ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് ഇടുന്നതായിരിക്കും താമസിയാതെ തന്നെ.
ഈ തുണി വേറൊരെണ്ണം മേടിച്ചാൽ മതിയായിരുന്നു. ഈ കളർ ടവല് വൈശുവിന് വേണമെന്ന് പറഞ്ഞു തല തോർത്താൻ. ഇല്ലേ വാവേ? ഇത് വാവയ്ക്കും, ഇത് വൈശിലേക്ക്. ഇതെനിക്ക് മതി, ഇത് വാവയ്ക്കെടുത്തേക്ക്. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞത്. ഇതെനിക്കിത് മതി. അവിടെ വെച്ചേ. അതെനിക്ക് അത് ഇത് രണ്ടെണ്ണം ഞങ്ങൾക്ക്, ബാക്കി എനിക്ക്. എനിക്ക് തല തോർത്താനൊന്നുമല്ല, വെറുതെ ചുമ്മാ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് വൈശുവിന് സാരി. വൈശുവിന് സാരി വേണമെന്നും പറഞ്ഞായിട്ട് ഇവിടെ നിന്ന് പോയത്. ഭയങ്കര ബഹളമായിരുന്നു വൈശുവിന് സാരി വേണമെന്ന് പറഞ്ഞിട്ട്. അവിടെ ചെന്ന് നോക്കിയണക്കൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതുപോലൊരു ഷോൾ വാങ്ങി. നമുക്ക് പാവാട ഉടുപ്പൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സാരി എന്തായാലും സാരി കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഷോളും കൂടി മേടിച്ചു. അപ്പം ഇതാണ് വൈശുവിന് എടുത്ത ഡ്രസ്സ്. 2 ഡ്രസ്സ് എടുത്ത വൈശുവിന്. ഇത് രണ്ടുമാണ് കേട്ടോ വൈശുവിന് എടുത്തത്. അപ്പം ഇത് ഇടുമ്പം നന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് രണ്ടും ഒരെണ്ണം. കുറേ നോക്കി ചകഞ്ഞ് നോക്കിയണൊക്കെയാണ് കിട്ടിയത് ഒരെണ്ണം. ഇല്ല, എത്ര വട്ടം നോക്കി, ഒരുപാട് പ്രാവശ്യം കിടന്ന് തപ്പിയിട്ടത് ഈ 2 ഡ്രസ്സ്. ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടത്. ബാക്കി കുറേ ഡ്രസ്സുണ്ട്, എല്ലാം ഡാമേജ്. ഒന്നെങ്കിൽ കളറ് കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും കളറ് പറ്റിയത്, അല്ലെങ്കിൽ കീറിയത്, അല്ലെങ്കിൽ മണി പോയത്, മുത്ത് പോയത്, അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് നല്ല ഡ്രസ്സൊക്കെ. എല്ലാത്തിനകത്ത് എന്തെങ്കിലും ഡാമേജ് കാണും. പിന്നെ കുറച്ച് ഒരുവിധം ഒന്നും പറ്റാത്തത് ഈ 2 ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് 2 എടുത്ത്.